വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. വാർത്തകൾ തുടരുന്നു. കൂത്തുപറമ്പിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ എത്തിയും വോട്ട് അഭ്യർത്ഥിച്ച് കൂത്തുപറമ്പ് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൂത്തുപറമ്പ് UDF തിരിച്ചുപിടിക്കുമെന്ന് ജയന്തി രാജൻ പറഞ്ഞു. ജയന്തി രാജന്റെ പൊതുപര്യടനം അടുത്ത ദിവസം ആരംഭിക്കും. വ്യാഴാഴ്ച രാവിലെ മുതലാണ് ജയന്തി രാജൻ പ്രമുഖ വ്യക്തികളെ കണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെത്തിയും വോട്ട് അഭ്യർത്ഥിച്ചത്. എല്ലാവരുടെയും ബന്ധവും സൗഹൃദവും ഒക്കെ എനിക്ക് വോട്ടാക്കി മാറ്റാൻ സഹായിക്കണം. ഇന്നത്തെ തലമുറയുടെ, നിങ്ങളുടെ ജെൻസി തലമുറയുടെ അഭിപ്രായങ്ങൾക്കൊപ്പം, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഏത് രാത്രിയിലും വിളിച്ചാൽ നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാവും. ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൂത്തുപറമ്പ് UDF തിരിച്ചുപിടിക്കുമെന്നും ജയന്തി രാജൻ പറഞ്ഞു. ഇപ്പോൾ വയനാട് ചുരമിറങ്ങി കൂത്തുപറമ്പിലേക്ക് വന്നിരിക്കുകയാണ് മത്സരിക്കുക. എന്താണ് കൂത്തുപറമ്പിലെ ജനങ്ങൾ നൽകുന്ന പ്രതികരണം? ജനങ്ങൾ എന്നെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. കൂത്തുപറമ്പിലേക്ക് വന്നിട്ടുള്ളത് തിരിച്ചു പോകാനല്ല, ഞാൻ പാനൂര് താമസമാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂത്തുപറമ്പിൽ തന്നെ താമസിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് സ്ഥിരതാമസമാക്കാൻ തന്നെയാണ് ഉദ്ദേശം? തീർച്ചയായിട്ടും ചുരം ഇറങ്ങിയത് ഇവിടെ സ്ഥിരതാമസമാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ പ്രചരണത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്? ആളുകൾ നല്ല പ്രതികരണമാണുള്ളത്. അവരുടെയൊക്കെ വികസന സ്വപ്നങ്ങൾക്കും അവരുടെ സമാധാനത്തിനും വേണ്ടി വോട്ട് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കൂത്തുപറമ്പിലൊരു സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കി തരണം. ഇവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ കണ്ണീരിന് ഒരു അറുതി ഉണ്ടാവണം. ഒരുപാട് പേരുടെ വിഷമങ്ങൾക്ക്, അവരുടെ ദുഃഖത്തിന് നീതി ലഭിക്കണം എന്നവർ ഞാൻ കയറി ഇറങ്ങിയപ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ നിയമസഭയിലേക്ക് കന്നി അംഗമാണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും നിയമസഭയിലേക്ക് കന്യാംഗമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ പ്രതീക്ഷകൾക്കും ഒപ്പം നിന്നുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടെ അവർ ഏത് സമയത്തും, ഏത് രാത്രിയിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് വലിയ പ്രശ്നങ്ങളിലും അവർക്കൊപ്പം ഞാൻ നിന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതായത് കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു 10,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷമാണ് LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ UDF തിരിച്ചു പിടിക്കുമ്പോൾ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ കിട്ടുന്നത്? കൂത്തുപറമ്പിൽ UDF-ലും LDF-ലും നിന്ന് മോഹനേട്ടൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂത്തുപറമ്പിൽ കഴിഞ്ഞ തവണ നമുക്ക് ഷാഫി പറമ്പിൽ അവർ MP ആയി വന്നിട്ടുള്ളത് ഏകദേശം ഒരു 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഞങ്ങൾ പക്ഷേ ഇത്തവണ നിയമസഭയിലേക്ക് 10,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം പിടിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നിയോജക മണ്ഡലം കൺവെൻഷനും തദ്ദേശ സ്ഥാപനതല കൺവെൻഷനും പൂർത്തിയാക്കി കഴിഞ്ഞു. ബൂത്ത് കൺവെൻഷനുകൾ ആരംഭിച്ചു. സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടനം അടുത്ത ദിവസം ആരംഭിക്കും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. അരുൺ A എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു B എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി. അതേ മാഷെ, കണാരിൽ നിന്ന്. മാഷ് കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പം മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.